ഇനി ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭരണികൾ വെള്ളം നിറക്കാൻ പറയേണ്ടത്. അപ്പം ഈശോയുടെ സൈലൻസ് ഉണ്ട്, മാതാവിൻ്റെ സൈലൻസ് ഉണ്ട്. ഇത് നെഗറ്റീവ് സൈലൻസും ഉണ്ട്, പോസിറ്റീവ് സൈലൻസും ഉണ്ട്. ഇതെല്ലാം പോസിറ്റീവ് സൈലൻസാണ്. ആ ഒരു രോഗിയുണ്ടല്ലോ, ആരാണ്? മത്തായിയുടെ സുവിശേഷം 15:23 എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. മൗനം പാലിച്ച്. ആരാണ് ഈ സംഭവം അറിയാവോ? കാനങ്കാരി പിശാച് ബാധിച്ചെന്ന്, മകൾക്ക് പിശാച് ബാധിച്ചെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുത്ത് വരും. പക്ഷേ ഈശോ അതിന് ഒരു വാക്കും പറയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പക്ഷെ ഒരു സൈലൻസാണ്. ഇത് സൈലൻസ് ഓഫ് ജീസസ് ഭയങ്കരമാണ്. അതിന് ഒരു അർത്ഥങ്ങളൊക്കെ ഉണ്ട്, ചിലയിടത്ത് അർത്ഥങ്ങളുണ്ട്. എന്താണ് അർത്ഥം പറയണത്? ഇത് നിനക്കുള്ളതല്ലെന്നാണ് പറയണത്. ഇത് അനുഗ്രഹം നീ പ്രാപിക്കണമെങ്കിൽ കുറച്ച് സ്പിരിച്വൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും. എന്താ കാര്യം? നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്ലെയിം ഇല്ലെന്ന് പറയും. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മൗനമാനം പാലിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നോ ക്ലെയിം എന്നാണ്. നോ ക്ലെയിം പ്ലീസ്. അതിൻ്റെ കാരണം എന്താണ്? മക്കളുടെ അപ്പമാണെന്ന്. മക്കളുടെ അപ്പമാണ്, അതാണ് ക്ലെയിം. നിങ്ങൾക്കുള്ളതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളാരാണ്? മക്കൾ വിശ്വാസികളല്ലേ. അപ്പോൾ അവൾ വിശ്വാസികളല്ലെന്നല്ല പറഞ്ഞത്. കർത്താവിന് അവളിൽ പിശാചിനെ പുറത്താക്കാൻ ആവശ്യമായ ഒരു വിശ്വാസത്തിൻ്റെ അത്രയും അവൾക്ക് അനുഗ്രഹം വാങ്ങൽ ശേഷിയില്ല. അത്രയും അവൾ വളർന്നിട്ടില്ല. ചുമ്മാ കാഷ്വലായിട്ട് ആരൊക്കെ പറഞ്ഞ് രക്തസാരം സുഖപ്പെട്ട് കാനായി വെള്ളം വീഞ്ഞാക്കിയതൊക്കെ കേട്ടപ്പോൾ പാവപ്പെട്ടവളി പെടച്ചല്ലി വന്നതാണ്. പക്ഷേ ആസ്തി കൊടുക്കാനുള്ള ആസ്തിയില്ല. നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ടെന്നൊക്കെ ഈശോ ചോദിക്കണില്ലേ? ഇപ്പം കൈവശമുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പമില്ലെങ്കിലും വിശ്വാസം വേണ്ടേ? ഇതിന് പറ്റിയ വിശ്വാസമുണ്ട്. തക്ക വിശ്വാസമെന്ന് ബൈബിളിലുണ്ട്. തക്ക വിശ്വാസം, സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ട് മുടന്തനോട് എഴുന്നേറ്റ് മധ്യത്തിൽ നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 14-8 വാക്യം 9 വാക്യം. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം. അതാണ് സംഭവം. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം. വിശ്വാസം എന്നല്ല അവിടെ പറയണത്, തക്ക വിശ്വാസം. അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ഇതാണ് സംഭവം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ കാനങ്കാരിക്ക് സംഭവിച്ചിരിക്കുന്നത്, അവള് കർത്താവിന്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ആ ഒരു വിഷയത്തിന് തക്ക വിശ്വാസം അവളുടെ കയ്യിലില്ല. ആ വിശ്വാസം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവളെ പ്രകോപിപ്പിക്കുന്നുണ്ട്. എന്താണ് പറയണത്? മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുത്ത് വിഹിതമല്ല. അത് യഹൂദന്മാരുടെ അന്നത്തെ കാഴ്ചപ്പാട് ഈശോ പറയണത്, ഈശോ കാഴ്ചപ്പാടല്ലത്. പക്ഷേ അവളതിനെ റെസ്പോണ്ട് ചെയ്യണത് ഭയങ്കരമാണ്. കർത്താവ് അത് ശരിയാണെന്ന്, അവൾ തെറ്റാണെന്നല്ല പറഞ്ഞു, അത് ശരിയാണ്. എന്നാൽ അവൾ പറയുന്ന ഒരു ചെക്ക് വെക്കുന്നുണ്ട്. എന്താണ്? പട്ടികളും നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. അപ്പോഴാണ് ഈശോ പറയണത്, വുമൺ യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. അപ്പോഴാണ് തക്ക വിശ്വാസം ഉണ്ടായത്. എളിമയോടെ വിശ്വാസം ഏറ്റുപറയണം ദൈവത്തെ. അപ്പം അതുകൊണ്ടാണ് പല കാര്യങ്ങളും മൗനം വരണ കാര്യം. അതാണ് കർത്താവ് മൗനമായിരിക്കുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് മൗനം, അവളോട് ആദ്യം മൗനമായിട്ട്. അപ്പം മൗനമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചില പ്രാർത്ഥനകൾക്കും കർത്താവ് മൗനമായി കണ്ടിട്ട് മാസങ്ങളായി കാണും. അതിൻ്റെ കാര്യം നിങ്ങളുടെ വിശ്വാസം തക്ക വിശ്വാസം അല്ലാത്തതുകൊണ്ടാണ്. തക്ക വിശ്വാസമാണെങ്കിൽ അതിൻ്റെ അത് നമുക്ക് നല്ല മുതൽ മുടക്കുണ്ടാകും. മീൻഫുള്ളായിട്ടൊക്കെ കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. സുവിശേഷമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കേണ്ടി വരും. ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറേണ്ടി വരും. അതായത് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദ്യമുണ്ട് ബൈബിളിൽ. യോഹന്നാൻ 6:28
അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവർത്തനം. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ പോരാ, ആരെങ്കിലും വിശ്വസിച്ചാൽ പറ്റത്തില്ല. അവിടുന്ന് അയച്ചവനിൽ തന്നെ വിശ്വസിക്കണം. വിശ്വാസത്തിൽ തന്നെ തക്ക വിശ്വാസം ഉണ്ടാകണം. യേശുക്രിസ്തുവിലുള്ള നമ്മുടെ തക്ക വിശ്വാസം. എന്തെങ്കിലും ജീവിതത്തിൻ്റെ ഒരു വിധി വൈപരീത്യങ്ങൾ വരുമ്പോൾ എന്നാൽ കിടക്കുന്ന ചട്ടിങ്കലൊന്നും പറഞ്ഞുകൊണ്ട് പോകരുത്. കർത്താവ് തന്നെ അവരെ പ്രകോപിപ്പിക്കാൻ, നായ്ക്കല്ല അപ്പം ഇവിടുത്തെ പട്ടികൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ പോയി വെട്ടിപ്പിടുക്കത്തിനെന്ന് പറഞ്ഞ് അവർ വേണേൽ പോകാം, പ്രകോപിപ്പിച്ച് പോകാം. അവർക്ക് തക്ക വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പോകും. അങ്ങനെയുള്ള കളയാൻ വേണ്ടി തന്നെയാണ് ചിലപ്പോൾ മൗനം പാലിക്കണ കർത്താവ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളുടെ നിലപാട് കറക്റ്റ് ചെയ്യണം. അതായത് ഞാനൊരു ആവശ്യത്തിൻ്റെ പേരിൽ വന്നതല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് വന്നതാണ്. നമ്മൾക്ക് പലപ്പോഴും വരുന്നത് നമ്മുടെ അക്കൗണ്ടിലാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത്. നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ പരീക്ഷ ജയിക്കാൻ വേണ്ടി എന്നല്ല. ആ പ്രാധാന്യം പരീക്ഷയ്ക്കും വിഷയത്തിനുമല്ല. അങ്ങേ ഞാൻ വിശ്വസിക്കുന്ന കൊണ്ട്, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വിഷയം അങ്ങേ സമർപ്പിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ യൂട്ടേൺ എടുക്കേണ്ടി വരും. അത് എന്നുവെച്ചാൽ വിഷയത്തിനല്ല പ്രാധാന്യം, മറിച്ച് ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. അങ്ങനെ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന റീമോൾഡ് ചെയ്യണം, റീസ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളോടും കർത്താവ് സംസാരിക്കാൻ തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.